ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്യാബേജ് പക്കോടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക് കട്ട് ചെയ്തത്. മുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കായം പൊടിച്ചത്, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളിൽ നിന്നും ക്യാബേജിൽ നിന്നൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് ഈ ക്യാബേജിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഷേപ്പിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വച്ചിട്ടോ ഇട്ട് കൊടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മറ്റേ ഭാഗം കൂടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഡിഷാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.